സ്വർണം കടത്തിയതിന് ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫ് ശിവകുമാർ ഉൾപ്പെടെ 2 പേരെയാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടിച്ചെടുത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വിദേശയാത്ര കഴിഞ്ഞു വന്നയാളിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ശരത് കെ ശശി, വേണ്ടത്ര രേഖകളില്ലാതെ സ്വർണം കൈപ്പറ്റിയതിനാണോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അരുൺകുമാർ, ഇന്നലെയാണ് സംഭവം. ഇന്നലെ രാവിലെ ബുധനാഴ്ച ദുബായിൽ നിന്ന് വന്ന വിമാനത്തിലെ ഒരു യാത്രക്കാരനിൽ നിന്നാണ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് 500 ഗ്രാം സ്വർണം കൈപ്പറ്റുന്നത് കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരം ഒരു ഇടപാട് നടക്കുന്നത് അറിഞ്ഞ് കസ്റ്റംസ് അവിടെ പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ ശിവകുമാർ പ്രസാദ് പിടിയിലാവുകയുമായിരുന്നു. ഇയാളടക്കം ഈ സ്വർണം കൈമാറ്റം നടത്തിയ യാത്രക്കാരൻ, അതുപോലെ തന്നെ ശിവകുമാർ പ്രസാദ്, ഇങ്ങനെ 2 പേരെയാണ് കസ്റ്റംസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും ഇവരുടെ കയ്യിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് മതിയായ രേഖകളില്ല എന്നുള്ള കാര്യം കസ്റ്റംസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിവകുമാർ പ്രസാദ് ഈ എയർപോർട്ടിനകത്ത് കയറിയത് എയറോഡ്രോം എൻട്രി പാസ് വഴിയാണത്. എംപിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഏവിയേഷൻ മന്ത്രാലയം നൽകുന്ന പാസ്സാണ്. ആ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എയർപോർട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. ആ പാസ് അടക്കമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 500 ഗ്രാം സ്വർണമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഒരു നിമിഷം ശരത്തെ, ഈ ശിവകുമാർ പ്രസാദ് എയറോഡ്രാമിൻ പാസ് വഴി എയർപോർട്ടിനുള്ളിൽ കയറി സ്വർണം ഈ കടത്തിക്കൊണ്ടുവന്ന ആളിൽ നിന്ന് വാങ്ങിയതിനു ശേഷം വീട്ടിൽ പോയതിനു ശേഷമാണോ കസ്റ്റംസ് പിടികൂടിയത്, അതോ എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ ശിവപ്രസാദിനെ പിടികൂടിയോ? ശിവകുമാർ, വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഇടപാട് നടന്നതിന് പിന്നാലെ പിടികൂടി എന്നുള്ളതാണ്. ഇതിന്റെ കൃത്യമായ ലൊക്കേഷൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും സ്വാഭാവികമായും കസ്റ്റംസ് അവിടെ നിന്ന് തന്നെ അത്തരമൊരു ഇടപാട് നടന്ന സാഹചര്യത്തിൽ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നീക്കം ആ എയർപോർട്ടിനകത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ നടന്ന സംഭവമാണെങ്കിലും വിവരങ്ങളൊക്കെ തന്നെ വൈകിട്ടാണ് പുറത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവാദം ഏതായാലും സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. BJP വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ശശി തരൂരിനെതിരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും സ്വർണ്ണക്കടത്ത് മുന്നണിയാണ് എന്ന ഒരു വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണവും ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് എംപിയുടെ സ്റ്റാഫ് എന്നുള്ള നിലയിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എയറോഡ്രോം എൻട്രി അവരുടെ എംപിമാരുടെ സ്റ്റാഫുകളിൽ ചിലർക്ക് നൽകാറുണ്ട്. ആ ഒരു പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് എയർപോർട്ടിന്റെ പരിസരത്തേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം. വിഷയത്തിൽ തരൂർ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾക്ക് പല ഭാഗത്തുനിന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എയറോഡ്രോം പാസ് അടക്കമാണോ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത്? ഇതിന്റെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ എയറോഡ്രോം എൻട്രി പാസിന്റെ ചിത്രം പുറത്ത് വിട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വാർത്താ ഏജൻസി അടക്കം സൂചിപ്പിക്കുന്നത് ഈ പാസ് കാണിച്ചാണ് അകത്ത് കയറിയത്. ആ പാസിന്റെ ആനുകൂല്യത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ആ എയർപോർട്ടിനകത്ത് ഈ സ്വർണ്ണക്കടത്ത് ഇടപാടിൽ കണ്ണിയായത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ പാസ് അടക്കം കണ്ടെടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. 500 ഗ്രാം സ്വർണ്ണമാണ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് ശിവകുമാറിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. വേണ്ടത്ര രേഖകളില്ലാതെ സ്വർണം കൈവശം വെച്ചിരിക്കുന്നു. സ്വർണം കടത്തിയതിനാണ് ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പോസ്റ്റും വന്നിട്ടുണ്ട്. കോൺഗ്രസ് CPM സ്വർണ്ണക്കടത്ത് സഖ്യമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഈ വിഷയം BJP ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ശശി തരൂരിന്റെ പ്രതികരണത്തിന് ശ്രമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എയർപോർട്ട് ടെർമിനലിൽ വെച്ചാണോ അതല്ല ശിവകുമാറിന്റെ വസതിയിൽ വെച്ചാണോ കസ്റ്റംസ് ഇത് പിടികൂടിയത് എന്നത് അറിയണം. മാത്രവുമല്ല, എയറോഡ്രാം പാസ് എംപിയുടെ പേഴ്സണൽ സ്റ്റാഫിന് നൽകുന്ന പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ശിവകുമാർ എയർപോർട്ടിനുള്ളിൽ എത്തുകയും ഇത് കടത്തിക്കൊണ്ടുവന്നയാളിൽ നിന്ന് സ്വർണം വാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. സ്വാഭാവികമായും അത് ശശി തരൂരിന് അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശിവകുമാർ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണ്, കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. ശിവകുമാർ ഉൾപ്പെടെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന 2 പേരെയാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ ഇതിൽ കൂടുതൽ വിശദാംശങ്ങളും ശശി തരൂരിന്റെ അടക്കം പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.